ഇന്ത്യൻ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. ഒരു യുദ്ധം എന്തായാലും ഉണ്ടായേക്കും എന്ന കൃത്യമായ സൂചനയാണ് അദ്ദേഹം നൽകിയത്. നേരത്തെയും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സൈന്യത്തിൻ്റെ ഒരു വമ്പൻ നടപടിയാണ് ചർച്ചയിലേക്ക് വരുന്നത്. ആ നടപടി എന്താണെന്നല്ലേ? ആ നടപടി ഇന്ത്യൻ കരസേനാ മേധാവിയുടെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഈ അധികാരങ്ങൾ പ്രാദേശിക സേനകളെ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ കരസേനാ മേധാവിക്ക് ഒരു എമർജൻസി ഉണ്ടായാൽ വിളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ സംഭവം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേന്ദ്ര സർക്കാർ ഇന്ത്യൻ കരസേനാ മേധാവിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും പ്രാദേശിക സൈന്യത്തെ വിളിക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. നിലവിൽ 40,000-ത്തിലധികം സൈനികരാണ് പ്രാദേശിക സൈന്യത്തിലുള്ളത്. യുദ്ധമുണ്ടായാൽ സൈന്യത്തെ സഹായിക്കാൻ ഇത് ഉതകും. സൈന്യത്തെ സഹായിക്കാൻ പ്രാദേശിക സൈനിക ഓഫീസർമാരിൽ നിന്നുള്ള എല്ലാ ജീവനക്കാരെയും വിളിക്കാൻ കേന്ദ്ര സർക്കാർ കരസേനാ മേധാവിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഈ മേഖലാ സൈന്യത്തിൽ 32 ബറ്റാലിയനുകളാണുള്ളത്. അതിൽ 14 എണ്ണം നിലവിൽ സജീവമായി നിലനിർത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഈ 14 പേരെയും കരസേനാ മേധാവിക്ക് വിളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സൈനികകാര്യ വകുപ്പ് പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനത്തിൽ ടെറിട്ടോറിയൽ ആർമിയെ വിളിക്കാൻ കരസേനാ മേധാവിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഈ ഉത്തരവ് 3 വർഷത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുമെന്നും പറയുന്നു. അതായത് 2028 ഫെബ്രുവരി അന്ന് വരെ സൈന്യത്തിന് ടെറിട്ടോറിയൽ ആർമിയിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ കഴിയും. ടെറിട്ടോറിയൽ ആർമി 1949 ഒക്ടോബർ 9-നാണ് സ്ഥാപിതമായത്. കഴിഞ്ഞ വർഷം തന്നെ ഈ ടെറിട്ടോറിയൽ ആർമി 75 വർഷമാണ് പൂർത്തിയാക്കിയത്. ഈ പ്രാദേശിക സൈന്യത്തിന് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് സമാനമായിട്ടുള്ള പരിശീലനം നൽകുന്നു. ഈ പ്രാദേശിക സൈന്യത്തിൽ ചേരുന്നവർ ഈ സൈന്യത്തെ ഉപയോഗിക്കാത്തപ്പോൾ സാധാരണക്കാരെ പോലെയാണ് ജീവിക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴോ അത് ആവശ്യമുള്ളപ്പോഴോ അവർ സൈന്യത്തിൻ്റെ ജോലി ഏറ്റെടുക്കാൻ തുടങ്ങുന്നു. യുദ്ധം, ദുരന്തങ്ങൾ അല്ലെങ്കിൽ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ പോലുള്ള സാഹചര്യങ്ങളിൽ രാജ്യത്തെ പ്രധാന സൈന്യത്തെ സഹായിക്കാൻ ഈ സൈന്യത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും സൈന്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രാദേശിക സൈന്യം സ്ഥാപിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. നിലവിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഈ പ്രാദേശിക സൈന്യത്തെ സജ്ജരായിരിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. നേരത്തെ വെള്ളപ്പൊക്കം, ഭൂകമ്പം, മണ്ണിടിച്ചിൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇവ ഉപയോഗിച്ചിരുന്നു. ഈ സൈന്യത്തിൻ്റെ ബറ്റാലിയനുകൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.